സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14 അധ്യായം 26, 27 വാക്യങ്ങൾ. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞുപോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുവാൻ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ നാഥൻ നമുക്ക് തരികയാണ്. ജീവിതയാത്രയുടെ വിജയമാണ് വിശ്വാസ ജീവിതങ്ങളുടെ ലക്ഷ്യമെന്നത്. ലോകം ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവനായവനെ ജീവിത യാഥാർത്ഥ്യമാക്കുന്നതിന് പകരം ലോകത്തിൻ്റെ പ്രഭുവിനെ ജീവിത യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ കടുത്ത പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മരണനിഴലിൻ്റെ താഴ്വരകളിലൂടെ നടക്കേണ്ടതായും വരുന്നു. അതിജീവിപ്പാനും അതിന് ശക്തി പകരുവാനും സഹായിപ്പാനും ആരുമില്ല. എന്നാൽ വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ജ്ഞാനത്തിൻ്റെ വാക്കുകൾ എന്നതിലുപരി പരിജ്ഞാനത്തിൻ്റെ വാക്കുകളായി ഓർമ്മിപ്പിക്കുന്നത് യഹോവ ഭക്തിയുള്ള മനുഷ്യൻ ദൃഢധൈര്യമുള്ളവനായിരിക്കും. ഏത് പ്രതിസന്ധികളെയും അതിജീവിപ്പാൻ അവൻ പ്രാപ്തനായിരിക്കും. അതിജീവിക്കുന്നതിലൂടെ അനുഗ്രഹീതമായ ജീവിത പന്ഥാവിലേക്ക് എത്തിച്ചേരും. അവൻ മാത്രമല്ല, അവൻ്റെ മക്കൾക്കും ആ സ്വർഗീയ സാന്നിധ്യം ശരണമായി കൂടെ ഇരിക്കും. അതിനാൽ ജീവിതത്തിൻ്റെ ഉറവെന്നത്, ശരണമെന്ന് പറയുന്നത് യഹോവ ഭക്തിയാണ്. അത് ഭയാനകമായ മരണക്കെണികളെ ഒഴിഞ്ഞു പോകുന്നതിന് പര്യാപ്തമാകും. ആയതിനാൽ ഭക്തിയോടെ കർത്തൃസന്നിധിയിൽ അടിവണങ്ങി ജീവിത വിജയം കൈവരിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്കാകാം. പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങ് തരുന്ന വാത്സല്യത്തിനായി സ്നേഹത്തിനായി സ്തുതിക്കുന്നു. തിരികെ ഞങ്ങൾ അങ്ങയോട് ഭക്തിയുള്ളവരായിരിക്കാൻ ഇടവരുത്തണമേ. ഭക്തിയോടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലായിരുന്നു അതിജീവനത്തിൻ്റെ സാന്നിധ്യം ജീവിത യാഥാർത്ഥ്യമാക്കി കർത്താവിൽ ശരണപ്പെടുവാനും ഏത് പ്രതിസന്ധികളെയും അതിജീവിപ്പാനും നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവിനാൽ വിടുവിക്കപ്പെടുവാനും വലങ്കരം നടത്തി പ്രായഭേദമന്യേ വഴി നടത്തുന്നത് അനുഭവിപ്പാനും ഇടവരുത്തണമേ. എൻ്റെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജീവിതത്തിൻ്റെ സകല യാഥാർത്ഥ്യങ്ങളിലും അതനുഭവിപ്പാൻ പ്രാപ്തീകരിക്കണം. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങൾ മറയപ്പെടട്ടെ. ഞങ്ങളുടെ ഭാരങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടവും സങ്കടവും ഭയപ്പാടും അന്ധകാര ശക്തിയുടെ ഭരണത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള വിടുതലും ഞങ്ങൾക്കായിട്ട് അങ്ങ് ഒരുക്കണമേ. ദൃഢധൈര്യത്തോടെ ഏത് വഴികളെയും അതിജീവിച്ച് സത്യത്തിൻ്റെ പാതയിൽ വഴി നടത്തപ്പെടുവാൻ, സകല സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുവാൻ കൃപ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.